പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നമസ്കാരം. ദുഃഖങ്ങളില്ലായിരുന്നെങ്കിൽ സുഖം എന്താണെന്ന്, അതിൻ്റെ വില എന്താണെന്ന് ആരും ഒരിക്കലും അറിയില്ല. ഒരുപാട് സങ്കടങ്ങൾക്കിടയിൽ ഊർന്നു വീണ് കിട്ടുന്ന കുഞ്ഞു സന്തോഷങ്ങൾ ചിലപ്പോൾ നമ്മളെ വീർപ്പ് മുട്ടിക്കും, തുള്ളിച്ചാടിക്കും. രാജിക്കും പെട്ടെന്നുണ്ടായ ഒരു കുഞ്ഞു ആനന്ദമായിരുന്നു ജിമ്മിൻ്റെ തമാശകളും വേദാന്തങ്ങളും. അത് തള്ളി മാറ്റിയേ പറ്റൂ എന്നറിയുവാൻ അവൾ വൈകുന്നുമില്ല. തൻ്റെ മനസ്സിൻ്റെ തുള്ളിച്ച മറ്റാരെങ്കിലും അറിഞ്ഞോ എന്ന ഭീതി അലട്ടുന്നതിനിടയ്ക്കാണ് സുശീലയുടെ ചോദ്യമുനകൾ രാജിയെ തേടി എത്തുന്നത്. വായിക്കാം. അവകാശികൾ, വോള്യം 1, ഖണ്ഡം 3, അധ്യായം 4. ഉച്ചവെയിലത്ത് വാർണിഷിട്ട മേശപ്പുറം പോലെ തിളങ്ങിയിരുന്ന കടലിൽ നിന്ന് കുളിരുള്ള ഇളം കാറ്റ് വീശിയിരുന്നു. ചെവിക്ക് മീതെ ഒതുക്കമില്ലാതെ നിൽക്കുന്ന മുടിച്ചുരുളുകൾ കൂടെ കൂടെ കണ്ണിൽ വന്നു വീണു. മുഖം കുനിച്ചിരുന്ന് വെണ്ണ പുരട്ടിയ റൊട്ടിയുടെ വക്ക് രുചിയില്ലാത്തതുപോലെ അല്പാൽപ്പം കടിച്ചെടുത്തിരുന്ന രാജിക്ക് വല്ലാത്ത ശല്യമായി തോന്നി. കൂടെ കൂടെ മാടി ഒതുക്കേണ്ടി വരുന്നു. അവൾ മറുവശത്തേക്ക് തിരിഞ്ഞിരുന്നു. അത് വലിയൊരു ആശ്വാസമായി. ഇതുവരെ ജിമ്മിനെ അഭിമുഖീകരിച്ചാണ് ഇരുന്നത്. അത് കാരണം തലപൊക്കാൻ മടിയായിരുന്നു. ഇപ്പോൾ മിസ്റ്റർ ഉണ്ണിയാണെതിരെ. സങ്കോചമില്ലാതെ മുഖമുയർത്തുകയും വർത്തമാനം പറയുകയും ആവാം. ആരുമേറെ വർത്തമാനമൊന്നും പറയുന്നില്ല. തൊട്ടുരുമിയിരിക്കുന്ന പ്രിയയും ജയനും ഇടയ്ക്കിടെ അടക്കിപ്പിടിച്ച് തമ്മിലെന്തോ പറയുന്നുണ്ട്. സുശീല ചുണ്ടനക്കുന്നത് ആ ബട്ടർ ഇങ്ങോട്ട് തരൂ എന്നോ ഫ്ലാസ്ക് തുറക്കൂ എന്നോ പറയാൻ മാത്രമാണ്. അശോകൻ സുശീലയോട് വല്ലപ്പോഴും എന്തോ പറയുന്നുണ്ട്. മിസ്റ്റർ ഉണ്ണി സ്വതേ അത്ര വർത്തമാനം പറയുന്ന കൂട്ടത്തിലല്ലല്ലോ. തുറന്ന സോഡാക്കുപ്പി പോലെ സദാസമയവും നുരയും പതയും ചിന്താറുള്ള ജിം പോലും മൂകനാണ്. ഒരുപക്ഷെ ഏറ്റവും അധികം മൂകത ബാധിച്ചിട്ടുള്ളത് ജിമ്മിനെയാണ്. അതിൻ്റെ കാരണം താനാണ്. താനതിൽ നിസ്സഹായിയാണ്. ജിം കാണുന്ന സ്വപ്നത്തിൽ പങ്കുകൊള്ളാൻ തനിക്ക് സാധ്യമല്ല. ഇഷ്ടക്കേടില്ലെങ്കിലും. ഇഷ്ടമുണ്ടോ? ആവോ, എന്തിനങ്ങനെയൊക്കെ ആലോചിക്കുന്നു? രാജി വലിയൊരു തുണ്ടം കടിച്ചെടുത്തു. ഒരു തരി ഇടത്തൊണ്ടയിൽ പോയി വായ പൊത്തി ചുമച്ചു. ചുമയ്ക്കുന്നതിനിടയിൽ ആരോടൊന്നില്ലാതെ പറഞ്ഞു, എക്സ്ക്യൂസ് മീ. ആരും ശ്രദ്ധിച്ചതായി തോന്നിയില്ല. ഓരോരുത്തരും സ്വന്തം ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഗ്ലാസ്സിൽ നിറയെയുള്ള കാപ്പി എടുത്ത് മോന്തി. എന്തോ ചുവയുണ്ട്. ഇതൊരു പിക്നിക് ആണോ? മിസ്റ്റർ ഉണ്ണി അപ്രതീക്ഷിതമായി മൗനം ഭഞ്ജിച്ചു. അതോ ശ്മശാന യാത്രയോ? ശ്മശാന യാത്രയിൽ പോലും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് പതിവില്ലല്ലോ. ഭക്ഷണം കഴിക്കുമ്പോൾ മൗനം പാലിക്കണമെന്ന് മഹാനായ ഒരു ആചാര്യം പറഞ്ഞിട്ടുണ്ട്. ജിം ഗൗരവത്തിൽ പറഞ്ഞു. ഞാനതനുസരിക്കുകയാണ്. ആരാണ് ഈ മഹാനായ ആചാര്യൻ? മിസ്റ്റർ ഉണ്ണി പുഞ്ചിരിയോടെ ചോദിച്ചു. ജിം ഹോപ്പ്മാൻ എന്നാണോ അദ്ദേഹത്തിന്റെ പുണ്യനാമം? തീർച്ചയായും. ജിം കപടമായ ഗൗരവം വിടാതെ പറഞ്ഞു. അല്ലാതെ മറ്റാരാണ് ഇത്ര വലിയ വിഡ്ഢിത്തം പറയാൻ ധൈര്യപ്പെടുക? എല്ലാവരും ചിരിച്ചു. രാജിയും ചിരിയിൽ പങ്കുചേർന്നു. പക്ഷെ ജിമ്മിന്റെ മുഖത്ത് നോക്കിയില്ല. നോക്കാതെ തന്നെ അറിയാം ജിം ഒരു ഫലിതം ഞെക്കിത്തുറപ്പിച്ചതാണെന്ന്. സ്വാഭാവികമായ നൈസർഗികതയോ മൂർച്ചയോ ഇല്ലാത്ത വെറും ഒരു പറച്ചിൽ. ചിരി പെട്ടെന്ന് തന്നെ അടങ്ങി. വീണ്ടും മൗനം കൂട്ടുകൂടാൻ ആരംഭിച്ചു. അത് മനസ്സിലാക്കിയ മിസ്റ്റർ ഉണ്ണി സംഭാഷണം തുടർന്നു. മഹാനായ ആചാര്യ പ്രഭുപാദരെ അദ്ദേഹം ഭക്തിയും വിനയവും അഭിനയിച്ചു. അതിഗഹനമായ ഈ തിരുവുള്ളപ്പാടിന്റെ പൊരുൾ മന്ദബുദ്ധികളായ ഈ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അജ്ഞാന അന്ധകാരത്തിൽ ഉഴലുന്ന കൃമികീടങ്ങൾക്ക് അല്പം വെളിച്ചം നൽകാമോ? രാജി അത്ഭുതത്തോടെ മിസ്റ്റർ ഉണ്ണിയെ നോക്കി. ഗൗരവഭാവത്തിന്റെ മൂർത്തീകരണമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇങ്ങനെ വിനോദഭാവം കൈക്കൊള്ളാനും കഴിയുമോ? പറയാം, പ്രിയപ്പെട്ട ശിഷ്യരെ, പറയാം. ജിം അതനുസരിച്ച് അഭിനയിച്ചു. കൂട്ടമായി ആനന്ദിക്കുമ്പോഴും കൂട്ടമായി ദുഃഖിക്കുമ്പോഴും മൗനമാണ് ഉത്തമം. ഭക്ഷിക്കൽ വലിയൊരു ആനന്ദമാണല്ലോ. അപ്പോൾ മൗനം പാലിക്കുക തന്നെ വേണം. ആരും ചിരിച്ചില്ല. വെറുതെ വല്ലതും പറയുകയാണ് ജിം. ആൾ ശരിയായ മൂഡിലല്ല. ആയിരുന്നെങ്കിൽ ഇതൊന്നുമല്ല. ചിരി ഇവിടെയൊക്കെ മുഴങ്ങുകയായിരിക്കും. ജിമ്മിനെ സംബന്ധിച്ചിടത്തോളം മൗനം മരണമല്ലേ? അശോക് പറഞ്ഞു. സംസാരിക്കലല്ലേ ജിമ്മിന്റെ ഏറ്റവും വലിയ ആനന്ദം. എല്ലാവരും ചിരിച്ചു. കുറുക്കി കൊള്ളുന്നതാണ് അശോക് പറഞ്ഞത്. ജിമ്മിന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അശോകനും ഉണ്ടായിരുന്നു പിക്നിക്കിനെന്നറിഞ്ഞാൽ ശ്രീമാമ എന്ത് കരുതും? ചോദിച്ചപ്പോൾ അശോകന്റെ പേർ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. ഇല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം പറഞ്ഞേനെ.
സുശീല അശോകനോട് മുട്ടിച്ചേർന്നാണ് ഇരിക്കുന്നത്. ജിം മാത്രമല്ല, നാം എല്ലാവരും സ്വന്തം ശബ്ദം കേൾക്കുന്നതിൽ ആനന്ദം കൊള്ളുന്നവരാണെന്നതാണ് സത്യം. മിസ്റ്റർ ഉണ്ണി വീണ്ടും സംഭാഷണം നിലനിർത്താൻ ശ്രമിച്ചു. മൗനത്തിന്റെ മൂല്യം നാം ആരും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പ്രതിഷേധിക്കുന്നു. റൊട്ടിക്കഷ്ണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുന്ന ഇരിപ്പിൽ ശരീരമൊന്ന് പൊക്കി ജിം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ ശക്തിയായി പ്രതിഷേധിക്കുന്നു. ഞങ്ങൾ ഹിപ്പികളെന്നറിയപ്പെടുന്ന പുതിയ തത്വചിന്തകർ മൗനത്തിൽ വിശ്വസിക്കുന്നവരാണ്. ജിമ്മിന്റെ പ്രസന്നഭാവം കൃത്രിമമായിരുന്നു. പതുക്കെ പതുക്കെ മിസ്റ്റർ ഉണ്ണി കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഇത്ര ശബ്ദയാനമാനമായ മൗനം ഞങ്ങളുടെ ചെവി താങ്ങില്ല. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. മിസ്റ്റർ ഉണ്ണി പുതിയൊരു മുഖം അനാവരണം ചെയ്യുകയാണ്. കണ്ണുകളിൽ കുസൃതി, ചുണ്ടത്ത് കള്ളപ്പുഞ്ചിരി, ശ്രീകൃഷ്ണന്റെ ചില പടങ്ങളിൽ കാണുന്നത് പോലെ. ഞാൻ തമാശ പറഞ്ഞതല്ല, ചിരിയടങ്ങിയപ്പോൾ ജിം പറഞ്ഞു. കാര്യമായി തന്നെ പറയുന്ന സ്വരമായിരുന്നു. മൗനം ഞങ്ങളുടെ ആത്മാന്വേഷണത്തിന്റെ ഒരു ഭാഗമാണ്. ഒച്ചപ്പാടുണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു ഭാഗം. ആരും ഒന്നും പറഞ്ഞില്ല. കൗതുകത്തോടെ ജിമ്മിനെ നോക്കിയിരിക്കുകയായിരുന്നു സകലരും. മൗനം പൂണ്ട് അനേകം മണിക്കൂർ അനങ്ങാതിരിക്കുക ഞങ്ങളിൽ പലരും പതിവുണ്ട്. ജിം തുടർന്നു. ഗോൾഡൻ ഗേറ്റ് പാർക്കിലും യൂണിയൻ സ്ക്വയറിലുമൊക്കെ അങ്ങനെ പലരും ഇരിക്കുന്നത് കാണാം. കൂട്ടത്തിൽ കുറെ വയസ്സന്മാരും ഉണ്ടാവും. അവർ വരുന്നത് വർത്തമാനം പറയാനും വെയില് കാഞ്ഞ് ഓർമ്മകൾ അയവിറക്കാനും സ്വപ്നം കാണാനുമാണ്. ഞങ്ങൾക്ക് മൗനം ഒരു സാധനയാണ്. രാജി ജിമ്മിന്റെ മുഖത്ത് നോക്കിയിരുന്നില്ലെങ്കിലും ഓരോ വാക്കും നിഷ്കർഷതയോടെ ശ്രദ്ധിച്ചിരുന്നു. മൗനം പൂണ്ട് വെയിലത്തിരിക്കുന്ന ഹിപ്പികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ന്യൂഡൽഹിയിലെ കോണാട്ട് പ്ലേസിൽ കണ്ട കാഴ്ച ഓർത്തുപോയി. ജൂൺ മാസത്തിലെ പൊരിഞ്ഞ വെയിലത്ത് 2 ഹിപ്പികൾ പുല്ലിൽ ചമ്രം പടിഞ്ഞിരുന്നു ധ്യാനിക്കുന്നു. ഒരാണും ഒരു പെണ്ണും. തൊഴിലില്ലാത്ത കുറെ തെണ്ടിപ്പിള്ളേർ കുറച്ചകലെ മരത്തണലിൽ മാറി നിന്ന് അടക്കി പിടിച്ചു ചിരിക്കുന്നു. വാസുവേട്ടൻ പറഞ്ഞു, കഞ്ചാവിന്റെ വൈഭവം നോക്കണം. ഉച്ചക്കൊടുമയിലും വെണ്ണിലാവാക്കി തീർക്കുക എന്നത് ചില്ലറ കഴിവാണോ? കാഴ്ച മിന്നിമറിഞ്ഞപ്പോൾ രാജീവ് കുസൃതി ചിരിയോടെ ചോദിച്ചു, വെയിലത്തെ ധ്യാനം കഞ്ചാവിന്റെ പ്രചോദനം കൊണ്ടല്ലേ? സുശീല പൊട്ടിച്ചിരിച്ചുപോയി. അശോകൻ താനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിലിരിക്കുകയാണ്. മിസ്റ്റർ ഉണ്ണിയുടെ മുഖത്ത് നേരിയ പുഞ്ചിരിയുണ്ട്. പുഞ്ചിരി തൂകുമ്പോൾ മുഖം കുട്ടികളുടേത് പോലെയാകുന്നു. കാണാൻ നല്ല രസമുണ്ട്. ഗൗരവക്കാരനേ അല്ലെന്ന് തോന്നി. അല്ലെങ്കിലും മിസ്റ്റർ ഉണ്ണി ഗൗരവക്കാരനാണെന്നുള്ളത് തൻ്റെ മുൻധാരണ മാത്രമല്ലേ? പ്രായം ചെന്ന ഇരുത്തം വന്ന ആളാണ്. മുത്തച്ഛനും അമ്മയും ഒക്കെ ബഹുമാനിക്കുന്ന ആളാണ്. ശ്രീമാമിയുടെ സ്നേഹിതനാണ്. എന്നെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തോന്നൽ മാത്രമല്ലേ? തന്നോടൊരിക്കലും ഗൗരവഭാവത്തിൽ പെരുമാറിയിട്ടില്ല. കടൽക്കരയിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോരുമ്പോഴും കാലിൽ മരുന്ന് പുരട്ടിത്തരുമ്പോഴും മറ്റും എന്തൊരു ആർദ്രതയായിരുന്നു മുഖത്ത്. സത്യമറിയാത്തവർക്ക് എന്തും പറയാം. ജിമ്മിന്റെ സ്വരത്തിൽ പരിഭവം ഉണ്ടെന്ന് തോന്നി. താനല്ല മറ്റൊരാളാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം ഉണ്ടാവുമായിരുന്നില്ല. ഞങ്ങൾ കഞ്ചാവ് വലിക്കും, LSD കഴിക്കും. ശരിയാണ്. പക്ഷെ അതൊന്നും വെയിലത്തോ നിലാവത്തോ സ്വപ്നം കണ്ടിരിക്കാൻ വേണ്ടിയല്ല. ലഹരിയുടെ ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയുമല്ല. പിന്നെ ഇത്തവണ ജിമ്മിന്റെ മുഖത്ത് നേരിട്ട് നോക്കി. രസത്തിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ദുർവൃത്തികൾ? ജിം തറപ്പിച്ചു നോക്കി കണ്ണുകളിലേക്ക്. ആ നോട്ടത്തിന് മുന്നിൽ ചൂളിപ്പോകുമെന്ന് തോന്നി. പക്ഷെ ചൂളിയില്ല. കണ്ണുകൾ കോർത്തു പിടിക്കരുതെന്ന് അന്തരാ നിശ്ചയിച്ചിരുന്നുവെങ്കിലും കോർത്തു പിടിച്ചു. അന്യോന്യം അറിയുകയും സ്വാഗതം പറയുകയും ചെയ്യുന്നത് പോലെ. കൈവിരലുകൾ താനെ അയഞ്ഞ് വായിലേക്ക് ഉയർത്തിയിരുന്ന റൊട്ടി കഷ്ണം മടിയിൽ വീണു. ഞടുക്കത്തോടെ കണ്ണ് പിൻവലിച്ച് അത് പെറുക്കിയെടുത്തു. ജീൻസിൽ അല്പം വെണ്ണമിഴുക്ക് പുരണ്ടു. അത് വിരൽത്തുമ്പ് കൊണ്ട് തുടച്ച് എല്ലാവരെയും നോക്കി അർത്ഥമില്ലാതെ ഒന്ന് ചിരിച്ചു. ദുർവൃത്തി എന്ന വാക്ക് തന്നെ ഞാൻ അംഗീകരിക്കുന്നില്ല. ജിം സാവധാനത്തിൽ പക്ഷെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. സിഗരറ്റ് വലിക്കുന്നതും മദ്യപിക്കുന്നതും ദുർവൃത്തിയാണ്. അതുകൊണ്ട് മനുഷ്യന് യാതൊരു നേട്ടവുമില്ല. കോട്ടമുണ്ട് താനും. കഞ്ചാവും LSDയും അതുപോലെയല്ല. അവ മനുഷ്യ മനസ്സിനെ പൊതിയുന്ന ഇരുമ്പുറകൾ പൊളിക്കുന്നു. മനുഷ്യന് വികസിക്കാൻ ഇടം നൽകുന്നു. നിങ്ങൾക്ക് പൗരസ്ത്യർക്ക് അതിൻ്റെ ആവശ്യമില്ല, പ്രത്യേകിച്ചും ഇന്ത്യക്കാർക്ക്. കാരണം നിങ്ങളിലെ ആത്മീയതയുടെ വെളിച്ചം നിശേഷം അണഞ്ഞു പോയിട്ടില്ല. ഞങ്ങളുടെ സ്ഥിതി അതല്ല. ഞങ്ങളുടെ ആത്മാവുകൾ ശ്വാസം മുട്ടി മരിക്കാറായിരിക്കുന്നു. അവയ്ക്ക് വിടുതി നൽകാൻ മയക്കുമരുന്നുകൾക്ക് കഴിയും. മിതമായി ഉപയോഗിച്ചാൽ ദൈവിക അനുഭൂതിയിലേക്കുള്ള കുറുക്കു വഴിയാണ് മയക്കുമരുന്നുകൾ. പക്ഷേ ഒന്ന് ഞാൻ സമ്മതിക്കുന്നു, വെറും രസത്തിനു വേണ്ടി അല്ലെങ്കിൽ പരിഷ്കാരത്തിന്റെ പേരിൽ
ഞങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ടുള്ളവർ വളരെയുണ്ട്. അവർ യഥാർത്ഥ ഹിപ്പികളല്ല. പള്ളിയിൽ പോകുന്നവരെല്ലാം ക്രിസ്ത്യാനികളല്ല. വാക്കുകളുടെ ഈ ജലപാതം പ്രതീക്ഷിച്ചതായിരുന്നു. അത് ആസ്വദിക്കാൻ വേണ്ടിയാണ് കുസൃതി ചോദ്യം ചോദിച്ചത്. പക്ഷേ ഇപ്പോഴെന്തോ ശ്രദ്ധ അതിലൂന്നുന്നില്ല. വാക്കുകൾ സോപ്പ് കുമിളകൾ പോലെ തലയ്ക്ക് ചുറ്റും പാറിക്കളിക്കുന്നതേ ഉള്ളൂ. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ നോട്ടമാണ്. പറഞ്ഞതിൽ ഒന്നു മാത്രം ശരിയല്ല, അശോകൻ ഇടയിൽ കടന്നു പറഞ്ഞു. ഞങ്ങൾക്ക്, കിഴക്കുള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞത്. ജിമ്മിന് കിഴക്കുള്ളവരെ പറ്റി ഒരു വിവരവുമില്ല. ശരിയായിരിക്കാം, ജിം ഏറ്റുപിടിച്ചു. ഗുരുവും ഏതാണ്ട് ഇത് തന്നെ ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കതിനോട് മുഴുവനെ യോജിക്കാൻ സാധ്യമല്ല. കിഴക്ക് ആത്മീയത ക്ഷയിച്ചിട്ടുണ്ടാവാം, പക്ഷേ വിശേഷം നശിച്ചിട്ടില്ല. അതുമല്ല, അമേരിക്കയിലെ പോലെ ഭൗതികത ഇവിടെ കാട്ടുമുൾച്ചെടിയായി പടർന്നു പിടിച്ച് മറ്റെല്ലാം നശിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം നിങ്ങളെ നേരിടുന്നില്ല. അക്കാരണം കൊണ്ട് തന്നെ ഞങ്ങൾ കണ്ടെത്തിയ പോംവഴി നിങ്ങൾക്ക് യോജിക്കുകയുമില്ല. വ്യക്തിപരമായി എടുക്കുകയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. കിഴക്കൻ നാടുകളിലെ ഹിപ്പികൾ ഇമിറ്റേഷൻ ഹിപ്പികളാണ്. ഇവിടുത്തെ ചെറുപ്പക്കാർ അർത്ഥമില്ലാതെ ഞങ്ങളെ അനുകരിക്കുകയാണ്. അസ്തിത്വത്തിന്റെ താത്വിക പ്രശ്നങ്ങൾ ജീവിതത്തിൽ അത്രയൊന്നും നിങ്ങളെ അലട്ടുന്നില്ല എന്നതാണ് നഗ്നമായ സത്യം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുന്ന മട്ടിൽ മിസ്റ്റർ കൃഷ്ണുണ്ണിയെ ഒന്ന് നോക്കി ജിം. അദ്ദേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന മട്ടിൽ അങ്ങുമിങ്ങും തൊടാതെ ഒന്ന് പുഞ്ചിരി തൂകുക മാത്രം ചെയ്തു. അപ്പോൾ ഞങ്ങളൊക്കെ ശുദ്ധ കപടനാട്യക്കാരാണെന്നോ? അശോകൻ ചൊടിച്ചു. ജീവിത അസംബന്ധമാണെന്ന വസ്തുത ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലെന്നാണോ പറയുന്നത്? ഞാനെങ്ങനെ അടച്ചു പറയുന്നില്ല. ജിം സ്വരം ഒന്ന് മയപ്പെടുത്തി. ഭൗതിക വളർച്ചയുടെ കെടുതികൾ ഇവിടെയും ഉണ്ടാവാം. പക്ഷേ ജിം പറഞ്ഞുകൊണ്ടേയിരുന്നു. ശ്രദ്ധിച്ചില്ല. രസമില്ലാഞ്ഞിട്ടല്ല, വാസ്തവത്തിൽ നല്ല രസമാണ്. ജിം വാദിക്കുന്നതും തർക്കിക്കുന്നതും കേൾക്കാൻ ബഹുരസമാണ്. പതുങ്ങി പതുങ്ങി ഇരയുടെ മേൽ കുതിച്ചു ചാടുന്ന പുലിയെപ്പോലെയാണ്. പ്രതിയോഗിയെ ആക്രമിക്കുക, വാദങ്ങൾക്ക് വഴങ്ങിക്കൊടുത്ത് പിൻവാങ്ങുകയാണെന്ന് ഭാവിച്ച് പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഒരൊറ്റച്ചാട്ടമാണ്. പിന്നെ ഒരൊറ്റ മൂച്ചിന് എതിർവാദങ്ങളെയൊക്കെ തകർക്കും. തൻ്റെ നേരെ പ്രയോഗിച്ചിട്ടുള്ളതാണ്. അശോകന്റെ നേരെ പ്രയോഗിക്കുന്നത് കണ്ടു നിന്നിട്ടുള്ളതാണ്. അശോകൻ പക്ഷെ തരിമ്പം വിട്ടുകൊടുക്കില്ല. അതേ ഉഗ്രതയോടെ തിരിച്ചു ആക്രമിക്കും. താനതല്ല, കുറച്ചു കഴിയുമ്പോൾ കീഴടങ്ങും. അതേ രക്ഷയുള്ളൂ. ജിമ്മിന്റെ 100% അറിവ് തനിക്കില്ലല്ലോ. അതുമല്ല, അങ്ങനെ കീഴടങ്ങുന്നതിലൊരു രസവും തോന്നാറുണ്ട്. സ്ത്രീ അല്ലെങ്കിലും കീഴടങ്ങാൻ ജനിച്ചവളല്ലേ. പക്ഷെ കീഴടങ്ങിയാലും വലിയ രക്ഷയില്ല. ജിം തന്റെ ഭാഗവും ഏറ്റെടുത്ത് വാദിക്കാൻ തുടങ്ങും. അപ്പോൾ രസം ഇരട്ടിക്കും. പക്ഷെ ഇപ്പോഴെന്തോ ശ്രദ്ധ നിൽക്കുന്നില്ല. തകരാറിലാക്കിയത് ആ നോട്ടമാണ്. അത് രാഗി മൂർച്ച വരുത്തിയ ഉളി വിഴിഞ്ഞതുപോലെ ഉള്ളിലെവിടെയോ കീറി നൊമ്പരപ്പെടുത്തുന്നു. സുഖമുണ്ടെങ്കിലും ഭയപ്പെടുത്തുന്ന നൊമ്പരം. ഇത് അരുതാത്തതാണെന്നറിയാം, അപകടമാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ട്. എന്നിട്ടും വീണ്ടും സംഭാഷണം ശ്രദ്ധിക്കാൻ ശ്രമിച്ചു. ജിം ആവേശം കയറിയതുപോലെ വെച്ച് മൂളിക്കുകയാണ്. ഇടയ്ക്ക് കയറി തടയാൻ അക്ഷമനായിട്ടിരിക്കുകയാണ് അശോകൻ. പുതിയ എന്തോ വാദമോഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതിന്റെ സംതൃപ്തിയും അവതരിപ്പിക്കാനുള്ള ഉത്കണ്ഠയും ഉത്സാഹവും തിടുക്കവും മുഖത്ത് നിഴലിക്കുന്നുണ്ട്. ഉഷുവ് തോന്നുന്നത് മറച്ചു പിടിക്കാൻ ഭഗീരഥ പ്രയത്നം നടത്തുന്നുണ്ട് സുശീല. കുട്ടികൾ ഇരുവരും ഇതൊന്നും അറിയാത്ത പോലെ അവരുടെ ലോകത്തിൽ വിഹരിക്കുകയാണ്. തികച്ചും അക്ഷോഭ്യനായി നേരിയ പുഞ്ചിരിയും തൂകി മൗനം പൂണ്ടിരിക്കുകയാണ് മിസ്റ്റർ ഉണ്ണി. കുട്ടികൾ തമ്മിൽ ഗുസ്തി പിടിക്കുന്നത് കണ്ട് രസിക്കുന്ന അച്ഛനെ പോലെ. കലണ്ടറുകളിൽ കാണുന്ന കള്ളകൃഷ്ണന്റെ പുഞ്ചിരി തന്നെയാണത്. എല്ലാം മനസ്സിലായിട്ടും ഒന്നുമറിയാത്ത ഭാവം നടിച്ചുകൊണ്ടുള്ള കള്ളച്ചിരി. കള്ളകൃഷ്ണൻ ആലോചിച്ചപ്പോൾ ചിരി പൊട്ടി. അത് മറച്ചു പിടിക്കാൻ വീണ്ടും റൊട്ടിയിൽ പല്ലമർത്തി. ആ ചിരി കണ്ടാൽ തീരുമാനിക്കാം നാം ഒന്നും കാണാത്ത ഒരു സത്യം അദ്ദേഹം കണ്ടിരിക്കുന്നുവെന്ന്. അല്ലെങ്കിലും മിസ്റ്റർ ഉണ്ണിയോട് തർക്കിക്കുന്നത് വെറുതെയാണ്. ജിമ്മിന്റെ തുലാവർഷം പോലെയുള്ള പ്രസംഗമൊന്നും മിസ്റ്റർ ഉണ്ണിയുടെ അടുത്ത് ഫലിക്കാറില്ല. യാതൊരു ക്ഷോഭവുമില്ലാതെ എല്ലാം കേട്ടിരിക്കും. ജിമ്മാണെങ്കിൽ ഗുരുവാണെന്ന വസ്തുത തൽക്കാലത്തേക്ക് മറന്ന് 4 ഭാഗത്തുനിന്നും ചാടി വീഴും. ക്ഷേത്രത്തിൽ ഉത്സവത്തിന് നാളികേരം എറിയുന്നത് പോലെ തുരുതുര ചോദ്യം വർഷിക്കും. മിസ്റ്റർ ഉണ്ണി ഇപ്പോൾ തകർന്നു പോകുമെന്ന് തോന്നും. തകർന്നില്ലെന്ന മട്ടാവുമ്പോൾ കാണാം ചുണ്ടത്ത് പുഞ്ചിരി വിരിയുന്നത്. പിന്നെ നല്ല രസമാണ്.
ചില്ലറ യുക്തികൾ കൊണ്ട് തന്നെ ജിമ്മിൻ്റെ വാദങ്ങൾ താങ്ങി നിർത്തിയ തൂണുകളിൽ ഓരോ വെട്ട്. 10 മിനിറ്റിനകം ജിം കെട്ടിപ്പടുത്തുയർത്തിയ സിദ്ധാന്തം നിലത്ത് വീണ് തകരും. അത് കഴിഞ്ഞിട്ടൊരു ചോദ്യം: എന്താ ഞാൻ പറഞ്ഞത് തീരെ അസംബന്ധമായി പോയോ? അപ്പോഴേക്കും തോറ്റ് നിലംപരിശായ ശിഷ്യൻ ഗുരുവിൻ്റെ കാൽക്കൽ ചമ്രം പിടഞ്ഞ് ഇരിപ്പ് പിടിച്ചിരിക്കും. അത് കാണുമ്പോൾ ചിരി വരും. മിസ്റ്റർ ഉണ്ണി എഴുന്നേറ്റ് പോയാൽ ജിം പറയും, ഗുരു ഒരു ദീപസ്തംഭമാണ്. നടുക്കടലിൽ ഏതോ പവിടത്തുരുത്തിൽ നാട്ടിയ ദീപസ്തംഭം. അതിൻ്റെ വെളിച്ചം ഏറ്റുവാങ്ങാനേ തിരകൾക്ക് കഴിയൂ, അതിനെ അടിച്ചുടയ്ക്കാൻ കഴിയില്ല. ഞാൻ ആവർത്തിക്കുന്നു രാജി, അദ്ദേഹം മഹത്വം ഉൾക്കൊള്ളുന്ന മനുഷ്യനാണ്. ആശ്ചര്യവും അവിശ്വാസവും തോന്നും. ജിമ്മിനെ പോലെ അറിവും ബുദ്ധിശക്തിയുമുള്ള ഒരു യുവാവ് ഇങ്ങനെ പറയുന്നതും പെരുമാറുന്നതും വിചിത്രം തന്നെയാണ്. ജിം ഗുരുവിനെ ബഹുമാനിക്കുന്നത് മനസ്സിലാക്കാം. അദ്ദേഹം സാധാരണയിൽ നിന്നും ഇത്തിരി വ്യത്യസ്തനാണ്, ഉയർന്നവനാണ് എന്ന് പോലും സമ്മതിക്കാം. പക്ഷേ അന്ധമായ ഈ ആരാധനാഭാവം തികച്ചും അപഹാസ്യമാണ്. അത്രയ്ക്ക് മഹത്വമൊന്നും മിസ്റ്റർ ഉണ്ണിക്കുള്ളതായി തോന്നുന്നില്ല. നല്ല മനുഷ്യനാണ്, അന്തസ്സുണ്ട്, തൻ്റെ ഇടമുണ്ട്, കുലീനതയുണ്ട്, വിശ്വാസവും ബഹുമാനവും ആർജിക്കുന്ന പെരുമാറ്റമാണ്. ബുദ്ധിമാനാണ്, അറിവും പഠിപ്പുമുണ്ട്, ഇച്ഛാശക്തിയുണ്ട്. അതൊക്കെ ശരി. പക്ഷേ അങ്ങനെയുള്ളവർ ആയിരക്കണക്കിനുണ്ട്. അവരെയൊക്കെ മഹാന്മാരെന്ന് വിളിക്കാമോ? ജിമ്മിന് ഭ്രാന്താണ്. അത് പറഞ്ഞാൽ മറുപടി അറിയും. രാജി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഇറ്റ്സ് ആൾ എ ക്വസ്റ്റ്യൻ ഓഫ് വൈബ്സ്. ആ പശുപതാസ്ത്രത്തിന് പ്രത്യസ്ത്രമില്ലല്ലോ. കുറച്ചുകൂടി അടുത്ത് പെരുമാറുമ്പോൾ രാജിക്കും മനസ്സിലാവും, ബോധ്യം വരും. ഗുരു തീർച്ചയായും ഒരു ശക്തിഗോപുരമാണെന്ന്. അദ്ദേഹത്തിൻ്റെ സാമീപ്യത്തിൽ ആ ശക്തി നമ്മിലേക്ക് പകരും. നാമും കുറേ കഴിയുമ്പോൾ കാന്തശക്തി ഉള്ളവരായി തീരും. ചിരി വരും, പക്ഷേ അടക്കിപ്പിടിക്കും. കാരണം ജിമ്മിൻ്റെ വാക്കുകൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഗുരുവെന്ന് വിളിക്കാൻ അർഹരായവരെ കണ്ടുമുട്ടിയിട്ടില്ലാത്തത് കൊണ്ടാവണം ജിം മിസ്റ്റർ ഉണ്ണിയെ ഗുരുവെന്ന് വിളിക്കുന്നത്. തമാശയാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ തമാശയൊന്നുമല്ല. ആൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അതിത്തിരി വിചിത്രമാണ്. ആത്മീയ ചൈതന്യം മുറ്റിനിന്ന ഒരു യഥാർത്ഥ ഗുരുവിനെ പിന്തുടരുന്ന മെരിലിനെ ജിമ്മിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ദീപസ്തംഭത്തിന്റെ വെളിച്ചം തേടി പോകുന്ന ജിം എന്തുകൊണ്ട് കൃഷ്ണബോധ പ്രസ്ഥാന ആകൃഷ്ടനായില്ല? ചോദിച്ചു. അതിനും മറുപടിയുണ്ട്. ആർക്കും ആരുടെയും ഗുരുവാകാൻ കഴിയുകയില്ല. ഗുരുവിനെ ഞാൻ ഗുരുവെന്ന് വിളിക്കുന്നുവെങ്കിലും ആ പദവി അദ്ദേഹം അംഗീകരിക്കുന്നില്ല. ആർക്കും ആരുടെയും ഗുരുവാകാൻ കഴിയുകയില്ല. ആരുടെയും ശിഷ്യനായതുകൊണ്ട് പ്രയോജനവുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. സ്ഥൈര്യമില്ലാത്തവരുടെ അഭയകേന്ദ്രമാണ് ഗുരുക്കന്മാർ. എന്നാൽ ഗുരുക്കന്മാർക്ക് ഒരു സഹായവും നൽകാൻ സാധ്യമല്ല. ആത്മവിശ്വാസമില്ലാത്തവർക്ക് എത്ര ഗുരുക്കന്മാരുണ്ടായാലും സാക്ഷാത്കാരം നേടാൻ ഒക്കില്ല. അതുള്ളവർക്ക് ഗുരുക്കന്മാരെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ഇങ്ങനത്തെ ഗുരുക്കന്മാരെ എവിടെ കിട്ടും? എല്ലാവരും നേരെ മറിച്ചാണ്. എൻ്റെ മാർഗമാണ് ശരി, വരൂ എന്നെ പിന്തുടരൂ എന്ന്. കൃഷ്ണബോധക്കാരൻ സ്വാമിജിയുടെ കഥയും അതുതന്നെ. ക്രിസ്തുവിന് പകരം കൃഷ്ണനിലേക്ക് നയിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു പാതിരി മാത്രമാണ് അദ്ദേഹം. പാതിരിമാരെ ഞാൻ വെറുക്കുന്നു. പാതിരിമാരെ മാത്രമല്ലേ, ദൈവത്തെ വെറുക്കുന്നില്ലല്ലോ. എല്ലാ വഴികളും ദൈവത്തിലേക്ക് നയിക്കുന്നുവെന്നല്ലേ മഹാന്മാരൊക്കെ പറയുന്നത്. അതൊരു പറച്ചിൽ മാത്രമാണ് മിക്കവരുടെയും കാര്യത്തിൽ എന്നാണ് ഗുരുവിൻ്റെ അഭിപ്രായം. ദൈവസന്നിധിയിലെത്താൻ പല മാർഗങ്ങളുണ്ടെന്ന് പറയുന്നു. പരോക്ഷമായി സ്വന്തം മാർഗത്തെ ന്യായീകരിക്കുക മാത്രമാണ്. സഹിഷ്ണുത ഭാവിക്കുന്ന അസഹിഷ്ണുക്കൾ മാത്രമാണവർ. ഓരോരുത്തരും സ്വന്തം വഴി കണ്ടെത്തണമെന്നുള്ളതാണ് നഗ്നമായ സത്യം. സ്വന്തം ദൈവത്തെ അതെ, സ്വന്തം ദൈവത്തെ. മറ്റൊരാൾ കാണിച്ചു തരുന്ന ദൈവം കളിമണ്ണുരുള മാത്രമാണ്. മനുഷ്യന് യാഥാർത്ഥ്യത്തെ അറിയുന്നത് സ്വന്തം അസ്തിത്വത്തിന്റെ വികാസം ആന്തരിക സ്പന്ദനങ്ങളിലൂടെ സാക്ഷാത്കരിക്കുമ്പോൾ മാത്രമാണ്. നിർത്തൂ, ദയവ് ചെയ്ത് നിർത്തൂ. താൻ ഇടയ്ക്ക് കയറി പറയുന്നു, എനിക്ക് ഒറ്റ വാക്കെങ്കിലും മനസ്സിലാവുന്നില്ല. എനിക്ക് മുഴുവൻ മനസ്സിലായിട്ടില്ല. ജിം അലർക്കച്ചിരിക്കുന്നു. ഗുരു പറയാറുള്ളത് ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഗുരുവിന് പറ്റിയ ശിഷ്യൻ. താനും ചിരിക്കുന്നു. മനസ്സിലാവാത്തത് പറയുന്ന ഗുരു, മനസ്സിലാക്കാതെ ആവർത്തിക്കുന്ന ശിഷ്യൻ. എല്ലാ ഗുരുക്കന്മാരുടെയും ശിഷ്യന്മാരുടെയും ചരിത്രം ഇതുതന്നെയാണോ ആവോ? വഴിയെ മനസ്സിലാവും. പരാജയം സമ്മതിക്കാൻ തയ്യാറില്ലാത്ത ജിം ഉറച്ചു നിൽക്കുന്നു. മനസ്സിലാവുന്നവരെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും.
എനിക്ക് തോന്നണത് എന്താണെന്നോ, താനൊരു കുസൃതി പറയുന്നു. മിസ്റ്റർ ഉണ്ണി ജിമ്മിനെ പറ്റിക്കുകയാണ്. വലിയ വലിയ തത്വങ്ങളാണെന്ന ഭാവത്തിൽ ഓരോ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുകയാണ്. അല്ലേ അല്ല, ഞാൻ അത്ര വലിയ വിഡ്ഢിയാണെന്ന് വിചാരമുണ്ടോ? അദ്ദേഹത്തെ നല്ലതുപോലെ അളന്നു നോക്കിയിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചെവിക്കൊള്ളുന്നത്. എനിക്ക് ഗുരുവിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതാണ് സംഗതി. താൻ വിജയഭാവത്തിൽ പറയുന്നു. വിശ്വാസം അതുണ്ടെങ്കിൽ മറ്റൊന്നും വേണ്ട എന്നാണ് എല്ലാ ആചാര്യന്മാരും പറയുന്നത്. ജിമ്മും വാദിച്ച് അവിടെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഞാനിനി ഒന്ന് ചോദിക്കട്ടെ, ജിമ്മിനെ മിസ്റ്റർ ഉണ്ണിയിലുള്ള അതേ വിശ്വാസത്തോടെ അതിനേക്കാളൊക്കെ മഹാനായ മറ്റൊരു ഗുരുവിനെ അനുഗമിച്ചതിൽ മെർലിനെ കുറ്റപ്പെടുത്താനാവുമോ? ജിം ചക്രവാളത്തിൽ നിന്ന് കണ്ണു പിൻവലിച്ചു തൻ്റെ മുഖത്തേക്ക് കൗതുകത്തോടെ നോക്കുന്നു. പിന്നെ ചുണ്ടത്തൊരു പുഞ്ചിരി വിരിയുന്നു. ഇത്തവണ രാജി എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. വിജയം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ മുറിവിൽ ഉപ്പ് തേക്കുന്നു. ഇപ്പോൾ തോന്നുന്നുണ്ടോ മെർലിനെ പിന്തുടരാഞ്ഞത് തെറ്റായെന്ന്? ജിം തറപ്പിച്ചു നോക്കുന്നു. വേദനയോ വിഷാദമോ പരിഭവമോ ഏതാണത് തുളുമ്പി നിൽക്കുന്നതെന്ന് പറയാൻ പ്രയാസം. അല്പം ക്രൗര്യവുമുണ്ടോ? വെണ്ണയിൽ വീണ കനല് പോലെ ആ നോട്ടം തന്നിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. കണ്ണുകൾ പിൻവലിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും സാരിയുടെ വക്കത്ത് പറ്റിപ്പിടിച്ച സ്നേഹപ്പുല്ല് പോലെ അവിടെ തന്നെ ഉടക്കി നിൽക്കുന്നു. ആരോ പിന്നിലൂടെ കടന്നുപോയപ്പോൾ ഞെട്ടി മോന്തിരിക്കുന്നു. കായൽ കറുത്തു തുടങ്ങിയിരിക്കുന്നു. ജെട്ടിയിൽ വിളക്കുകൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒന്നിലേറെ ബോട്ടുകളുടെ ശബ്ദം കേൾക്കാനുണ്ട്. ജിമ്മിന്റെ സ്വർണ്ണ തലമുടിയിലും വെളുത്ത മുഖത്തും അന്ത്യത്തുടുപ്പേറിയിരിക്കുന്നു. മുഖത്തിന് ശരിക്കും റോസാപ്പൂവിന്റെ വർണ്ണമാണ്. മത്താപ്പ് കത്തിച്ച ടാബ്ലോ സീനിൽ കാണുന്ന പോലെ വള്ളിത്തിരുമണൻ ഡാൻസ് ഡ്രാമയിൽ. നമുക്ക് പോകാം. ജിം പെട്ടെന്ന് എഴുന്നേൽക്കുന്നു. നേരം വൈകിയല്ലോ. ഒഴുക്ക് താനെ കടവിലടിപ്പിച്ച തോണി കഴുക്കോലുകൊണ്ട് കുത്തി അകറ്റുന്ന പ്രതീതിയായിരുന്നു. താൻ പറഞ്ഞത് പുണ്ണിൽ അമ്പുപോലെ ചെന്ന് തറച്ചിരിക്കുന്നു. രസവും അതോടൊപ്പം സഹതാപവും തോന്നി. വഴിയെ പശ്ചാത്താപവും. എറിലിനെ കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ വെട്ടിത്തുറന്ന് ചോദിക്കുകയും വേണ്ടിയിരുന്നില്ല. പിറകെ എഴുന്നേറ്റു. മുഖത്ത് പാറി വീണ മുടി കൈപ്പടം കൊണ്ട് ഒതുക്കി. കവിളത്ത് ബട്ടർ. റൊട്ടി കയ്യിൽ നിന്ന് താഴെ മണലിൽ. സ്റ്റുഡിയോ ഫ്ലോറിലിരുന്ന് ഉറക്കം തൂങ്ങുന്നതിനിടയിൽ ഞെട്ടി ഉണർന്നത് പോലെ ജാള്യത തോന്നി. മതി, ഇനി നിർത്താം, മിസ്റ്റർ ഉണ്ണി ഉറക്കെ പറഞ്ഞു. നിങ്ങളുടെ വാദപ്രതിവാദം കേട്ട് പെൺകുട്ടികൾക്ക് ബോറടിച്ചു ഉറക്കം വന്നു തുടങ്ങി. രാജിയെ കണ്ടില്ലേ? ഇല്ല, എനിക്ക് ബോറാവുന്നില്ല. ഓ ഇല്ല, മിസ്റ്റർ ഉണ്ണി ചിരിച്ചു. എന്നാൽ റൊട്ടി കൊണ്ട് മുഖം തുടയ്ക്കുന്നത് പുതിയ പരിഷ്കാരമായിരിക്കണം. തൊലി കിഴിയുന്നത് പോലെ തോന്നി. ഇത് നീതിയല്ല, അശോകൻ പ്രതിഷേധിച്ചു. ജിമ്മിന് പറയാനുള്ളതൊക്കെ വലിച്ചു നീട്ടി പറഞ്ഞു കഴിഞ്ഞു. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നിർത്തുന്നത് അനീതിയാണ്. അതെനിക്ക് ബോധ്യമുണ്ട്. മിസ്റ്റർ ഉണ്ണി തല ഒരു വശത്തേക്ക് ചരിച്ചു. പക്ഷേ ഇനിയും തുടർന്നാൽ ഇവരോട് അനീതി ചെയ്യുകയായിരിക്കും. നമുക്കിനിയും സന്ദർഭങ്ങൾ കിട്ടുമല്ലോ. അശോകൻ തുടർന്നോളൂ, രാജി പറഞ്ഞു. എന്നെ വിചാരിച്ച് നിർത്തണ്ട. നിർത്തുന്നത് സന്തോഷം തന്നെ. പക്ഷേ അശോകന് സംസാരിക്കാൻ സന്ദർഭം കൊടുക്കേണ്ടതാണെന്ന് തോന്നി. മിസ്റ്റർ ഉണ്ണി കാണിച്ചത് ഒരു തരത്തിൽ പക്ഷപാതമാണല്ലോ. അദ്ദേഹത്തോട് അല്പം രസക്കുറവ് തന്നെ തോന്നി. ഇല്ല, ഞാൻ തുടരുന്നില്ല. അശോകൻ അഭിമാനക്ഷതമേറ്റതുപോലെയാണ് പറഞ്ഞത്. പറഞ്ഞു വന്നിരുന്ന ചൂട് നഷ്ടപ്പെട്ടു. ഞാൻ വ്യസനിക്കുന്നു. മിസ്റ്റർ ഉണ്ണി ക്ഷമായാചനം ചെയ്തു. അശോകന് പരിഭവം തോന്നുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിർത്താൻ പറയില്ലായിരുന്നു. ഞാൻ വളരെ വളരെ വ്യസനിക്കുന്നു. സാരമില്ല, അശോകൻ പെട്ടെന്ന് തെളിഞ്ഞു. അല്ലെങ്കിൽ അങ്ങനെ നടിച്ചു. ഇതൊരു ജീവൻ മരണ പ്രശ്നമൊന്നുമല്ലല്ലോ. നേരം പോകാൻ വേണ്ടി തുടങ്ങിയതല്ലേ? ജിം പറഞ്ഞു. നേരം പോകാൻ ആട്ടെ, അടുത്ത തവണ മുഴുവൻ സമയം നിനക്ക് തന്നെ തന്നേക്കാം. ഞാൻ കല്ല് പോലെ മിണ്ടാതിരുന്നേക്കാം. പോരെ? എനിക്കൊരു സിഗരറ്റ് വലിക്കണം. അശോകൻ പോക്കറ്റിൽ കൈയിട്ട് എഴുന്നേറ്റു. നീ വരുന്നോ? തീർച്ചയായിട്ടും. ജിമ്മും എഴുന്നേറ്റു. ഒരു നിമിഷം ക്ഷമിക്കൂ, മിസ്റ്റർ ഉണ്ണി തടഞ്ഞു. മണി 2 എനിക്ക് മടങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു. 2:30 ബോട്ട് പിടിക്കണം. എന്താ ഇത്ര ധൃതി ഗുരു? എനിക്ക് തിരിച്ചു ചെന്നിട്ട് അല്പം ജോലിയുണ്ട്. ഞാൻ പിക്നിക്കിന് വന്നതല്ല, അത് മറക്കണ്ട. ഓ, എന്താ ഇത്ര വലിയ ജോലി? ജിം നിരാശ പ്രദർശിപ്പിച്ചു. കുറെ കൂടി നീന്തണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതിനെന്താ, നിങ്ങളൊക്കെ പതുക്കെ വന്നാൽ മതി. 6 മണിവരെ ബോട്ടുണ്ട്. ഞാൻ മാത്രം മുൻപേ പോകാം. എന്തു പറയുന്നു അശോക്? എനിക്ക് തിടുക്കമൊന്നുമില്ല. മറ്റുള്ളവരെന്തു പറയുന്നു? ഞാൻ പിക്നിക്കിന് വേണ്ടി അവധിയെടുത്തതാണ്. സുശീല അശോകിനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കും മടങ്ങാൻ തിടുക്കമില്ല. രാജിയോ? ഉച്ചതിരിഞ്ഞ് നേരത്തെ തിരിച്ചു ചെല്ലാമെന്ന് അമ്മയോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വലിയ രസവും തോന്നുന്നില്ല. സുശീലയും അശോകും വീണ്ടും ഒന്നിച്ചു കൂടിയാൽ താനും ജിമ്മും ഒറ്റയ്ക്കാവും.
അത് കുഴപ്പമാണ്. ആഹ്ലാദപ്രദമായിരിക്കുമെങ്കിലും വേണ്ട. ഞാൻ മടങ്ങിപ്പോകാമെന്ന് വിചാരിക്കുകയാണ്. നേരത്തെ മടങ്ങിച്ചെല്ലാമെന്ന് പറഞ്ഞിട്ടാണ് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്താ? അശോകൻ പറഞ്ഞു. ഇത്തിരി വൈകിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. വൈകുന്നേരം മടങ്ങാം. ജിമ്മിന്റെ വാക്കുകളിൽ അപേക്ഷാഭാവമായിരുന്നു. അതുപോരെ? വൈകുമെന്ന വിവരം ഗുരു വീട്ടിൽ അറിയിച്ചോളും ഇല്ലേ ഗുരു? തീർച്ചയായിട്ടും. എത്തിയതും ഞാൻ ഫോൺ ചെയ്ത് പറയാം. രാജി പതുക്കെ മടങ്ങിയാൽ മതി. കുറെ കൂടി രസമായിട്ട് കൂടൂ. ഉടനെ തന്നെ മടങ്ങാൻ ആലോചിച്ചത് വേണ്ടാന്ന് വെച്ചാലോ എന്ന് നിമിഷ നേരത്തേക്ക് ശങ്കിച്ചു. രസമായി കൂടുക, അതാണ് അപകടം. ജിമ്മിന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുണ്ട്. സുശീലയും നോട്ടം കൊണ്ട് അഭ്യർത്ഥിക്കുന്നു. പോകരുതെന്ന് കുട്ടികളോ? പ്രിയയെ ഞാൻ കൊണ്ടുപോവുകയാണ്. നോ ഡാഡി. പ്രിയ പ്രതിഷേധിച്ചു. ഞാൻ വരില്ല, എനിക്ക് കളിക്കണം. ഞാൻ അങ്കിൾ ജിമ്മിന്റെ കൂടെയും മടങ്ങും. അത് മതി ഗുരു, ഞാൻ അവളെ നോക്കിക്കോളാം. അത്രയധികം വെയിൽ കൊണ്ടാൽ അവൾക്ക് വല്ല അസുഖവും പിടിക്കും. അവളുടെ ശരീരപ്രകൃതി അങ്ങനെയാണ്. കുട്ടികളെ അങ്ങനെ തൊട്ടാവാടികളാക്കി വളർത്തരുത്. ജിം വലിയൊരു വിദഗ്ധന്റെ ഭാവം നടിച്ചു. അവർ ധാരാളം കാറ്റും വെയിലും കൊണ്ട് വളരണം എന്നാണ് ഡോക്ടർ ബെഞ്ചമിൻ സ്പോക്ക് പറഞ്ഞിട്ടുള്ളത്. കൂട്ടത്തിൽ പറയട്ടെ, ഞാൻ കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിലെ ഏറ്റവും വലിയ ബാലചികിത്സാ വിദഗ്ധനാണ് അദ്ദേഹം. മിസ്റ്റർ ജിം സ്പോക്ക് ഹോഫ്മാന് അമേരിക്കൻ കുട്ടികളുടെ കാര്യമേ അറിയൂ. മിസ്റ്റർ ഉണ്ണി ചിരിച്ചു. പ്രിയ ജനിച്ചതേ തൊട്ടാവാടിയായിട്ടാണ്. കുട്ടികൾ നിന്നോട്ടെ, രാജി പറഞ്ഞു. അവരാൻ ഇതൊക്കെ ശരിക്കും രസിക്കുക. താങ്ക് യു രാജി ചേച്ചി. പ്രിയ ഒറ്റ ചാട്ടത്തിന് കയ്യിൽ തൂങ്ങി. നമുക്ക് വൈകുന്നേരം പോയാൽ മതി. ശരി, രാജി നിൽക്കുന്നുണ്ടെങ്കിൽ പ്രിയയും നിന്നോട്ടെ. പക്ഷേ അവസാനത്തെ ബോട്ടാക്കാൻ നിൽക്കണ്ട. 4-ന്റെയോ 4:30-യോ ബോട്ടിന് മടങ്ങിക്കോളൂ. പ്രിയ തുള്ളിച്ചാടി ജയന്റെ കയ്യും പിടിച്ച് ഒറ്റ ഓട്ടം കൊടുത്തു. താങ്ക് യു വൺസ് അഗൈൻ രാജി ചേച്ചി. ഉണ്ണി പെണ്ണിന്റെ പ്രസരിപ്പ് നോക്കൂ എന്ന് പറയുന്ന മട്ടിൽ തലയാട്ടി. എന്നാൽ നമുക്കിതൊക്കെ അടക്കി ഒതുക്കി വെക്കാം. എന്താ രാജി? സുശീല ചോദിച്ചു. അവരൊന്ന് നീങ്ങിത്തന്നെങ്കിൽ ഞങ്ങൾ സ്ഥലമൊഴിച്ചു തരാം. അശോക് ജിമ്മിന്റെ തോളത്ത് കൈവച്ചു. വാ, പുകവലിക്കണ്ടേ? ഓക്കെ. അശോകും ജിമ്മും സ്ഥലം വിട്ടപ്പോൾ മിസ്റ്റർ കൃഷ്ണൻ ഉണ്ണി വാച്ച് നോക്കി. എനിക്ക് ഒരു 10 മിനിറ്റ് കിട്ടും വിശ്രമിക്കാൻ. ഒരു കാര്യം മറന്നു, നിങ്ങൾ ഇതൊക്കെ കെട്ടിവെച്ചാൽ മതി. എടുത്തുകൊണ്ടു പോകാൻ സുജാക്ക് വരും. ഞാൻ ചോദിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. മൂപ്പര് എവിടെ പോയി? അവന് കമ്പൗണ്ടിൽ പോയി മലായി ഭക്ഷണം കഴിച്ചാലേ തൃപ്തിയാവും. ജെട്ടിയുടെ അടുക്കൽ ഒരു പൊളിഞ്ഞ ചായക്കുടിയുണ്ട്, അവിടേക്ക് പോയിരിക്കുകയാണ്. എന്റെ സാമഗ്രികളും കൊണ്ടുപോയിട്ടുണ്ട്. ഓ, അത് ശരി. മിസ്റ്റർ ഉണ്ണി കുറച്ചകലെ നല്ല തണല് നോക്കി ഒരിടത്ത് ചെന്നിരുന്നു. ഇരിക്കും മുമ്പ് കാലറിയുടെ പിൻകേശയിൽ നിന്ന് ഒരു നോട്ട് പുസ്തകം വലിച്ചെടുത്തു. അത് മടിയിൽ നിവർത്തി വെച്ച് കണ്ണട എടുത്ത് ധരിച്ച് എന്തൊക്കെയോ കുത്തിക്കുറിക്കാൻ ആരംഭിച്ചു. കുറച്ചു മുമ്പ് ചെയ്തു തീർത്ത ജോലികളുടെ കുറിപ്പുകളാവാം. എന്ത് ജോലി ആയിരിക്കാൻ ചെയ്തത്? ഒപ്പം പോകാൻ പുറപ്പെട്ടതാണ്. വെള്ളച്ചാട്ടത്തിന്റെ സമീപത്ത് നല്ല രസമായിരിക്കും, മിസ്റ്റർ ഉണ്ണി പറഞ്ഞു. കുന്നു കയറാൻ നല്ല വഴിയില്ല, രാജിക്ക് പ്രയാസമാവും. സാരമില്ല, എന്നാലും കാണാലോ. വേണ്ട, ഒരാൾ പുറപ്പെട്ടാൽ എല്ലാവരും പുറപ്പെടും. കുഴപ്പമാണ്. ഇവിടെ ബീച്ചിൽ രസമായിട്ട് കൂടാമല്ലോ. മാത്രമല്ല, താൻ പുരികമുയർത്തുന്നു. കൂടുതൽ ആളുണ്ടായാൽ എൻ്റെ ജോലി മുടങ്ങും. അങ്ങനെയാണെങ്കിൽ ശരി, പക്ഷേ കാട്ടിൽ പോകുമ്പോൾ ഒരു തവണ കൊണ്ടുപോകണം തീർച്ചയായിട്ടും. ഉണ്ണിച്ചിരിക്കുന്നു. അതിനു മുമ്പ് അങ്ങോട്ടൊരു ഹൈവേ വെട്ടാൻ ഞാൻ ഏർപ്പാട് ചെയ്യാം. രാജി ഒരിക്കൽ കൂടി മിസ്റ്റർ ഉണ്ണിയെ വീക്ഷിച്ചു. അദ്ദേഹം പരിസരം മറന്ന് എഴുത്തിൽ മുഴുകി കഴിഞ്ഞിരുന്നു. കം രാജി, ഹെൽപ്പ് മീ. സുശീല പാത്രങ്ങൾ അടച്ചു വെക്കാൻ ആരംഭിച്ചിരുന്നു. സ്കാർഫ് അഴിച്ച് കഴുത്തിൽ കെട്ടി രാജി സഹായിക്കാൻ ആരംഭിച്ചു. അശോകിന്റെയും ജിമ്മിന്റെയും ശബ്ദം കേൾക്കാനുണ്ട്, ചിരിയും, പക്ഷെ കാണാനില്ല. കേട്ടോ രാജി, അശോക് എന്നോട് പറയുകയാണ് മൂപ്പരുടെ കൈവശമുള്ള സിഗരറ്റ് ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ. ഉവ്വോ, എന്നിട്ട് എന്തു പറഞ്ഞു? വെറും സിഗരറ്റല്ല, കഞ്ചാവ് സിഗരറ്റാണ്. ഓ, കഞ്ചാവ് വലിക്കാനോ? ഒരപകടവുമില്ലത്രേ. എന്നിട്ട് സമ്മതിച്ചോ? ഞാനോ? ദൈവമേ, കേൾക്കുമ്പോൾ തന്നെ ഹൃദയസ്തംഭനം ഉണ്ടാവുന്നു. സുശീല ചൂരൽക്കൊട്ട വലിച്ചു നീക്കി വെച്ചു. എന്നാലും മഹാകഷ്ടമാണ് ഇങ്ങനെയുള്ള നല്ല ചെറുപ്പക്കാർ കഞ്ചാവ് വലിച്ച് ജീവിതം നശിപ്പിക്കുന്നത്. ഓരോരുത്തരുടെ ഇഷ്ടം. അശോക് പഠിക്കാനൊക്കെ വളരെ മിടുക്കനായിരുന്നു അല്ലേ? രാജിയുടെ ബന്ധുവാണല്ലോ. അതെ, അതിബുദ്ധിമാനായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയിട്ടാണ് മാറ്റം സംഭവിച്ചത്. കുറച്ചു കഴിഞ്ഞാൽ ശരിയാവുമായിരിക്കും അല്ലേ എന്നാണ് എല്ലാവരുടെ ആശയും പ്രതീക്ഷയും. ശരിയായാൽ നല്ല ഭാവിയായിരിക്കും. ശരിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്.
രാജി ഒന്ന് മൂളുക മാത്രം ചെയ്തു. അശോകനിൽ സുശീല പ്രദർശിപ്പിക്കുന്ന താല്പര്യം എങ്ങോട്ടാണ് തലവെക്കുന്നതെന്ന് സംശയിക്കാനേയില്ല. പ്രേമത്തിന്റെ ആദ്യ ലക്ഷണം തന്നെ പ്രേമിക്കുന്നവരെ കുറിച്ച് സദാ വർത്തമാനം പറയാനുള്ള പ്രവണതയാണല്ലോ. പക്ഷേ സുശീല വെറുതെ വ്യാമോഹിക്കുകയാണ്. അശോക് ഇവളെയെന്നല്ല ആരെയും പ്രേമിക്കില്ല. പ്രേമിച്ചാലും നടക്കുന്ന സംഗതിയല്ല ചേച്ചിയമ്മ. അതിരിക്കട്ടെ, സുശീല വിഷയം മാറ്റാൻ മുഖവുര ചോദിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ? എന്താ? സത്യം പറയുമോ? ഉഷിയില്ലല്ലോ. എന്താ സംഗതി? ജിമ്മുമായിട്ട് വല്ല വഴക്കുമുണ്ടോ? ഇല്ല. തികച്ച നിർവികാരത അഭിനയിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എന്തേ ചോദിക്കാൻ? സത്യമല്ല പറയണത്. സുശീല അർത്ഥഗർഭമായ പുഞ്ചിരി തൂകി. ഞാൻ കുരുടിയാണെന്നാണോ വിചാരം? എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാണാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. ഉള്ളു പിടയ്ക്കുന്നത് പുറത്ത് കാണാതിരിക്കാൻ ഭഗീരഥ പ്രയത്നം ചെയ്തു. ഒന്നുമില്ല. എന്നാൽ പിന്നെ എന്താ വളരെ അകന്നു പെരുമാറണത്? എന്നത്തെയും പോലെ തന്നെയാണല്ലോ പെരുമാറുന്നത്. ആണല്ലേ? സുശീല ചൂഴ്ന്നെടുക്കുന്ന ഒരു നോട്ടം നോക്കി. ഞാൻ വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷേ ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതിൽ ദേഷ്യം തോന്നരുത്. സാരമില്ല, നമുക്കിത് വേഗം ചെയ്തു തീർക്കാം. സുശീലയുടെ മുഖത്ത് നോക്കാതെ വേഗം വേഗം പണിയെടുത്തു. ഉള്ളിൽ ഒരു പാത്രം തീക്കനൽ അങ്ങനെ തന്നെ വീണിരുന്നു. സുശീല എല്ലാം ഊഹിച്ചിരിക്കുന്നു. ദൈവമേ, മറ്റുള്ളവരും ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റുള്ളവർ അശോകൻ എന്തെങ്കിലും അവളോട് പറഞ്ഞിരിക്കുമോ? അവരിരുവരും ഇതൊക്കെ ചർച്ച ചെയ്തിരിക്കും. അവർ മാത്രമല്ല, മിസ്റ്റർ ഉണ്ണിയും ഊഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോഴല്ല, പലപ്പോഴും സൂചിപ്പിച്ചതായി തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെയും പലരും ഊഹിച്ചിരിക്കും. അമ്മ, ശ്രീമാമ, ചേച്ചിയമ്മ. അടുക്കം തോന്നി. കൈകൾ വിറയ്ക്കാതിരിക്കാൻ പണിപ്പെട്ടു. ആർക്കൊക്കെ സംശയം തോന്നിയിരിക്കുമോ ആവോ? എൻ്റെ ദൈവമേ, അറിഞ്ഞിട്ടൊന്നുമില്ലതാനും. ഇല്ലേ? ഉണ്ടെങ്കിൽ തന്നെയും ഒരു മുള മാത്രം മനസ്സിൽ. അതും നുള്ളിക്കളയാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ല, നുള്ളിക്കളഞ്ഞിരിക്കുന്നു. ഒരു പടുകുഴിയിൽ നിന്ന് കയറിയിട്ടില്ല. അപ്പോഴേക്കും മറ്റൊന്നിലേക്ക്. ഇല്ല, തീർച്ചയായും ഇല്ല. പക്ഷെ ഇത്തിരി വൈകിപ്പോയില്ലേ? ഓരോരുത്തർ ഊഹിച്ചു തുടങ്ങിയില്ലേ? ജിം തന്നെ എന്തൊക്കെയോ ധരിച്ചു വശായിട്ടുണ്ട്. ഇത്തിരി നേരം കൂടി ഇരുന്ന് കൊടുത്തിരുന്നുവെങ്കിൽ എന്തെങ്കിലും പറഞ്ഞേനെ. പറഞ്ഞാൽ താനും ഒരു പക്ഷേ. കണ്ണു നിറഞ്ഞു. സ്കാർഫിന്റെ അറ്റം കൊണ്ട് തുടച്ചു. എന്താ രാജി, കരയുകയാണോ? വേദനിപ്പിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ ഞാൻ വ്യസനിക്കുന്നു. ഞാൻ കരയുകയില്ല. പറയുന്നത് നുണയാണെന്ന് ശബ്ദത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. വെയിലത്ത് നോക്കിയിരുന്നപ്പോൾ കണ്ണു നിറഞ്ഞതാണ്. സുശീല ഒന്നും പറഞ്ഞില്ല. ജിമ്മിന്റെ ചിരി ഉറക്കെ കേൾക്കാനുണ്ട്. ഇനി ഒരു സംശയത്തിന് വഴിവെച്ചുകൂടാ. ആർക്കും, പ്രത്യേകിച്ച് ജിമ്മിന്. ആശയ്ക്ക് വഴിവെച്ചു കൊടുക്കരുത്. അകന്ന് പെരുമാറണം. അകലുക തന്നെ വേണം. മിസ്റ്റർ ഉണ്ണി എഴുതുകയാണ്. പെട്ടെന്നൊരു തീരുമാനത്തിലെത്തി. അദ്ദേഹത്തിന്റെ ഒപ്പം തിരിച്ചു പോകണം. ഉച്ചതിരിഞ്ഞ് ജിമ്മിനോടൊപ്പം ഇവിടെ ചുറ്റിത്തിരിയുന്നത് പന്തിയല്ല. അതെ, മിസ്റ്റർ ഉണ്ണിയോടൊപ്പം മടങ്ങിപ്പോകുക തന്നെ വേണം. വീണ്ടും കണ്ണുകളൊപ്പി മണലിൽ നിവർത്തിയിട്ടിരുന്ന വിരിപ്പ് മടക്കാൻ ആരംഭിച്ചു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 4ാം ഭാഗം വായിച്ചു കഴിഞ്ഞു. അടുത്ത അധ്യായവുമായി വേഗം വരാം. താങ്ക് യു.